കുവൈത്തിൽ ബാങ്കിന് കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന്റെ കൈമാറും. തട്ടിപ്പ് നടത്തിയവരിൽ ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായും സൂചനയുണ്ട്. കോട്ടയം ജില്ലയിലെ 5 സ്റ്റേഷനുകളിലായി 8 കേസുകൾ. മറ്റ് ജില്ലകളിലെ കേസുകൾ കൂടി ചേർത്താൽ മൊത്തം 12ഓളം കേസുകൾ. നിലവിൽ ഇത്രയും കേസുകളാണ് കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്ക് കേരളത്തിൽ പരാതിയായി നൽകിയിരിക്കുന്നത്. കൂടുതൽ കേസുകൾ ഉണ്ടെന്നാണ് വിവരം. വിദേശത്ത് നടന്ന തട്ടിപ്പായതിനാൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പോലീസ് നടത്തുന്നത്. തട്ടിപ്പ് നടന്നുവെന്ന് ബോധ്യപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളായിട്ടുള്ളവർ നാട്ടിലുണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായും ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. മറ്റൊരു രാജ്യത്ത് നടന്ന തട്ടിപ്പായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറാനാണ് ആലോചിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാൽ ഉടൻ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ചിലർ തട്ടിപ്പ് നടത്തിയതല്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 9 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്നുള്ളതിനാൽ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് വിവരം. കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അൽ അഹ്ലി ബാങ്കിന്റെ തീരുമാനം. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.